അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. സഫ് ചെയ്യാത്തവരും സഫ് ചെയ്യുക. ആട്ടിറച്ചി കറി വയ്ക്കാനാണ്. ഇത് ആട്ടിറച്ചിയാണ്. പിന്നെ കൊച്ചുള്ളി, സവാള, കരിയാപ്പില. പിന്നെ ഇത് താളിക്കാനുള്ള സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. അതിൻ്റെ അടിയിൽ കുരുമുളക് പൊടിയുണ്ട്. ഇനി മസാലപ്പൊടി ചേർക്കും, അത് അവസാനം. വെളിച്ചെണ്ണ വീത്തുകയാണ്. കുറച്ചെണ്ണ മതി. ഇനി ഒന്ന് ചൂടാകട്ടെ. ചൂടായിക്കഴിഞ്ഞാൽ ഇത് എല്ലാ പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇടത്തുള്ളൂ കേട്ടോ. അത് ഇനി ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പേസ്റ്റ്. അടച്ച് വയ്ക്കാം. അടച്ചിട്ടില്ലെങ്കിൽ ശരിയാകില്ല. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മഴ പെയ്യുന്നു. രാവിലെ സവാളയും കൊച്ചുള്ളിയും കരിയാപ്പിലയൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇറച്ചി തട്ടുക. ഉള്ളി വാടി ഇനി ഇതിനകത്ത് ഇറച്ചി ഇടുകയാണ്. ഇറച്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കുരുമുളക് പൊടി ഇടും. മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് വേവിക്കും. ആട്ടിറച്ചിക്കറി ഇടിയപ്പമാണ്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഇത് തന്നെ. നല്ല തേങ്ങ ഇട്ട് ഇങ്ങനെ ഇടിയപ്പം റെഡിയായി. ഇനി കറി വേവാനുണ്ട്. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും ചൂട് വേണമെങ്കിൽ റൈസ് കുക്കർ ഉണ്ടല്ലോ, ചോറ് വയ്ക്കുന്നത്, അതിനകത്ത് വെച്ചാൽ അത് കണ്ട ഈ ഇടിയപ്പം വൈകിട്ട് വരെ എടുക്കാം. ഞങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് ഇറച്ചിക്കറിക്കുള്ള മസാലക്കൂട്ട് ചൂടാക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി മസാലപ്പൊടി